പെണ്ണുങ്ങൾ പുരുഷന് കീഴൊതുങ്ങി ജീവിക്കേണ്ടവരാണ് എന്നും അവർ പുരുഷന്റെ കൃഷിയിടവുമാണ് എന്നും പറയുന്നു. ഇതൊക്കെ അപരിഷ്കൃത ചിന്താഗതിയല്ലേ? ഈ നിലപാടുള്ള ആദർശത്തിന് ഒരു പുരോഗമന ലോകത്ത് അതിജീവിക്കാൻ കഴിയുമോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഏറെ വിവാദവും ചർച്ചയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മുസ്ലിം സ്ത്രീ. ആശയ സംവാദത്തിൻ്റെ സൗഹൃദ നാളുകളുടെ ക്യാമ്പയിനുമായി മുന്നോട്ട് പോയപ്പോൾ സമൂഹത്തിനിടയിൽ നിന്ന് ഉയർന്നു വന്ന ശ്രദ്ധേയമായ ചോദ്യങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ വായിച്ച ചോദ്യം. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസ ആയത്ത് നമ്പർ 34 ഇങ്ങനെ പറയുന്നുണ്ട്: അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫളലല്ലാഹു ബഅ്ദഹും അലാ ബഅദ് വബിമാ അൻഫഖു മിൻ അംവാലിഹിം ഫസ്സാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽഗൈബി ബിമാ ഹഫിളല്ലാഹ്. സദഖല്ലാഹ്. കഴിഞ്ഞ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ നമ്മുടെ KMA ആ വിഷയത്തിൽ ചെറിയ ഒരു സൂചന നൽകുണ്ടായി. എപ്പോഴും സ്ത്രീ ഇസ്ലാം പരിഗണിച്ച ആദരിച്ച അത്യധികം സുരക്ഷയും സംവിധാനവും ഒരുക്കിയ സൃഷ്ടികളിൽ ഒരാളാണ് എന്നല്ല, മാന്യരായ ആളുകൾക്ക് മാത്രമേ സ്ത്രീയെ ഇന്നോളം ആദരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് വെച്ചുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താവ് എന്ന മലയാള പദപ്രയോഗങ്ങൾക്കപ്പുറം ഇണകൾ എന്ന അതിസുന്ദരമായ നാമം നൽകിക്കൊണ്ടാണ് ഭാര്യ ഭർത്താക്കന്മാരെ ഖുർആൻ പരിചയപ്പെടുത്തിയത്. അവിടെ നീയോ ഞാനോ എന്ന പ്രശ്നം ഉന്നയിക്കാത്ത വിധം കുടുംബം എന്ന സ്ഥാപനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ രൂപകൽപ്പന നടത്തുകയും ആ കുടുംബം എന്ന സ്ഥാപനത്തിൽ ജീവിക്കേണ്ട പാർക്കേണ്ട ആണും പെണ്ണും അവർ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പരസ്പര മവദ്ദത്തിൻ്റെ, അതന്നെ സ്നേഹവും പ്രണയവും കാരുണ്യവുമൊക്കെ ഉള്ളതോടൊപ്പം സമാധാനത്തോടെ കഴിയേണ്ടവരാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ എവിടെയാണ് പെണ്ണ് കീഴൊതുങ്ങി ജീവിക്കേണ്ടവളാണ് എന്നതിലേക്കുള്ള നിർദ്ദേശം വരുന്നത് എന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. നേരത്തെ നമ്മൾ വിഷയാവതരണത്തിൽ കേട്ടല്ലോ, ഇനിൽ ഹുക്മു ഇല്ലാലില്ല അമറ അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് അവന് മാത്രം വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടവരാണ് ഭൂമുഖത്തുള്ള സകല ആളുകളും. അവനല്ലാതെ ഈ വിഷയത്തിലൊന്നും വിധി പറയാൻ അർഹതയുമില്ല. എന്നിരിക്കെ ലോകത്ത് സ്ത്രീ പുരുഷന്മാർ ഇണകളും തുണകളുമായി ജീവിക്കുമ്പോൾ ഭർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കേണ്ടത് എപ്പോഴാണെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ തിരുനബി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു തആല കൽപ്പിച്ച കൽപ്പനയ്ക്ക് വിധേയമാണെങ്കിൽ അവിടെ മാത്രമേ ഭർത്താവിനെ അനുസരിക്കാൻ ഭാര്യയ്ക്ക് നിയമമുള്ളൂ. അവിടെ അവൾ നന്ദികേടും ധിക്കാരവും കാണിച്ചാൽ അവൾ ശിക്ഷാർഹയായി തീരുകയും ചെയ്യുമെന്നതാണ്. എന്തുകൊണ്ടാണ് പുരുഷന് കുടുംബത്തിൻ്റെ കൈകാര്യാധികാരവും സ്ത്രീക്കുമേൽ മേൽനോട്ടക്കാരനാണ് എന്ന പദവിയും കിട്ടിയത് എന്നതിലേക്ക് വെളിച്ചം വീശുന്ന ആയത്ത് കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി വെച്ചത്. വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. സ്വത്ത് പെണ്ണിന് വേണ്ടി ചെലവഴിക്കുന്നത്, കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് പുരുഷനാണ്. ഫളലല്ലാഹു ബഅ്ദഹും അലാ ബഅ്ദിൻ. സ്ത്രീയേക്കാൾ പുരുഷനെ ചില വിഷയങ്ങളിൽ അല്ലാഹു തആല ഫളല് നൽകി ആദരിച്ചിട്ടുണ്ട്. അതെന്താണ് യഥാർത്ഥത്തിൽ? ആ ഫളല് പണ്ഡിതന്മാർ വിശദീകരണം കൊടുത്തിടത്ത് നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ കാണാൻ സാധിക്കും. ലോകത്ത് ഒരു പെണ്ണിനോടും തൻ്റെ കുടുംബം പോറ്റണമെന്നോ ഭർത്താവിനെ സംരക്ഷിക്കണമെന്നോ ഭർത്താവിൻ്റെയും മക്കളുടെയും ജീവിത ചെലവുകൾ ഏറ്റെടുക്കണമെന്നോ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ തിരുമേനി എവിടെയും പഠിപ്പിച്ചിട്ടില്ല. ആ ഫളൽ എന്താണ്? പുരുഷനുള്ള ഫളൽ എന്ന് പറയുന്നത്, യോഗ്യത എന്ന് പറയുന്നത്, അവനെയാണ് അല്ലാഹു തആല കുടുംബത്തിൻ്റെ സകല
സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിച്ചത്. അത് വല്ലാത്തൊരു വസ്തുതയാണ്. അതിലേക്ക് കൂടുതൽ വിശദീകരണം വേണ്ടിവരുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ചിലപ്പോൾ ചില സഹോദരിമാർ ചോദിച്ചിട്ടുണ്ട്, ചില പെണ്ണുങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അവർ സമ്പാദിക്കുന്നുണ്ട്, അവർ തന്നെ കുടുംബം പോറ്റുന്നുണ്ട്, അതൊക്കെ ചില സാന്ദർഭികമായ വിഷയങ്ങളാണ് എന്ന് മാത്രമല്ല, അല്ലാഹു തആലയുടെ കൽപ്പന അവൾക്ക് ആ നിലയ്ക്കില്ല. ഇവിടെ സ്ത്രീ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രീതിയോ ശിക്ഷിക്കുന്ന രീതിയോ മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ഇല്ല എന്നത് ഉള്ളതോടൊപ്പം പുരുഷൻ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവന് ശിക്ഷയും വിചാരണയും ചോദ്യം ചെയ്യലും ഉണ്ട് എന്നതു തന്നെ ആ മനുഷ്യൻ അല്ലെങ്കിൽ ആണ് എന്ന നിലക്ക് കുടുംബത്തിന്റെ മേൽനോട്ടവും ഉത്തരവാദിത്വവും ഏൽപ്പിക്കപ്പെട്ടു എന്നതിന്റെ തെളിവാണ്. പിന്നെ പ്രിയപ്പെട്ടവരെ, ഏതൊരു സംഘടനയാകട്ടെ, ഒരു സ്ഥാപനമാകട്ടെ, ഇനി ഒരു വ്യക്തിയെ തന്നെ ഒരാൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ഏറ്റെടുത്തയാളത് നന്നായി തന്നെ മേൽനോട്ടം നിർവഹിക്കണമല്ലോ. അപ്പൊ ആ നിലക്ക് സ്ത്രീയെ വിവാഹം എന്ന വിശുദ്ധ കർമ്മത്തിലൂടെ സാക്ഷികൾ മുഖാന്തരം ഈ പുരുഷൻ ഏറ്റെടുത്തതാണ്. അവൾക്ക് വേണ്ട ജീവിത ചെലവുകൾ നൽകാമെന്നും അവളെ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഹുന്ന ലിബാസുല്ലക്കും വാൻതും ലിബാസുല്ലഹുന്ന. സ്ത്രീകൾ പുരുഷന്മാരുടെയും പുരുഷന്മാർ സ്ത്രീകളുടെയും വസ്ത്രങ്ങളാണ് എന്നുകൂടി. അതിലേക്ക് കൂടുതൽ വിശദീകരണം നിങ്ങൾക്ക് വേണ്ടിവരും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അടുത്ത് ഇതിൽ പറയുന്ന വിഷയത്തിലേക്ക് തന്നെ ഞാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ഈ നിലക്ക് സ്ത്രീ ഏൽപ്പിക്കപ്പെടാത്ത അവളുടെ സ്വാതന്ത്ര്യമാണ് ഈ രംഗത്ത് ഉപയോഗിക്കുന്നത്. സ്ത്രീക്ക് സ്വത്ത് സമ്പാദിക്കാം, തൊഴിലെടുക്കാം, കുടുംബത്തിന് വേണമെങ്കിൽ അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെലവഴിക്കാം. ഭർത്താവിനോട് കണക്ക് പറയേണ്ടതോ ഭർത്താവ് അവൾക്ക് കിട്ടിയ സമ്പത്ത് ചോദിച്ച് അതിന്റെ കണക്കും കാര്യങ്ങളും ചോദിക്കേണ്ടതോ അത് ഏതു വിധത്തിൽ ചെലവഴിക്കണമെന്ന് പറയേണ്ടതോ പോലുമായ വിഷയങ്ങൾ ഇസ്ലാം ഉന്നയിക്കുന്നില്ല. അവിടെയൊക്കെ സ്ത്രീക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യം നൽകുകയും എന്നല്ല, നന്മ ചെയ്യുന്നത് ആണായാലും പെണ്ണായാലും ആ നന്മയുടെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു തആല അവന് പ്രതിഫലം നിർണയിക്കുക എന്നുകൂടി വിശുദ്ധ ഖുർആനിന്റെ തന്നെ ധാരാളം സ്ഥലങ്ങളിൽ സന്ദർഭങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. മറ്റൊന്നിതിൽ ചോദിക്കുന്നത്, ഈ പുരോഗമന കാലഘട്ടത്തിന് ചേരാത്ത ഒന്നല്ലേ പുരുഷന്റെ കൃഷിയിടമാണ് പെണ്ണ് എന്ന് പറയുന്നത്? അതിലെന്താണ് പുരോഗമനാശയത്തിന് എതിരായി നിൽക്കുന്നത്? ഏതൊരു സംഗതിക്കും അതിൻ്റെതായ ഒരു ലക്ഷ്യവും അതിൽ നിന്നുള്ള ഒരു സ്രോതസ്സും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഒരു കച്ചവടം നടക്കുന്ന ഒരാൾ ആ കച്ചവടത്തിന് മൂലധനം നിക്ഷേപിക്കുമ്പോൾ അതിൽ നിന്ന് വഴിയെ കിട്ടുന്ന ലാഭത്തെ മോഹിച്ചുകൊണ്ടാണ്. കൃഷിസ്ഥലത്ത് വിത്തിറക്കുന്ന കർഷകൻ ആ വിത്ത് മുളച്ച് അത് ചെടിയായി അതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഓരോ കർഷകനും വിത്തിറക്കുന്നത്. എന്നതുപോലെ തന്നെ ഒരു പുരുഷൻ തന്റെ ഇണയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നത് വെറും ഒരു ശാരീരിക ഭോഗത്തിന്റെയോ സൗഖ്യത്തിന്റെയോ ലക്ഷ്യമല്ല, മറിച്ച് വളരെ കരുത്തുറ്റ നല്ല തലമുറകളെ അവനിലൂടെ ഈ ഭൂമുഖത്ത് കടന്നു വരേണ്ടതുണ്ട് എന്നതിലേക്കുള്ള വളരെ വിശാലമായ ആശയം സ്ഫുരിക്കുന്ന ഒരു പ്രയോഗം കൂടിയാണ് സൂറത്തുൽ ബഖറ ആയത്ത് നമ്പർ 223, നിസാഉക്കും ഹർസുല്ലക്കും ഫഅതു ഹർസക്കും അന്നാ ശിഅ്തും ഫഖദ്ദിമൂ ലിഅൻഫുസിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ബഖറ പ്രതിപാദിക്കുന്ന ആയത്തിൽ തന്നെ നമുക്കതിന്റെ എല്ലാ വിശാലമായ ആശയത്തെയും ഉൾക്കൊള്ളാൻ സാധിക്കും. ഈ സന്ദർഭത്തിൽ ഇനിയും അതിലേക്ക് കൂടുതൽ വേണ്ടിവരും എന്ന് തോന്നുന്നില്ല. കാരണം ഏതൊരു കർമ്മം ഈ ഭൂമുഖത്തൊരാൾ ചെയ്യുമ്പോഴും അതിൻ്റെ അനന്തരഫലം ഈ ഭൂമുഖത്തുള്ള ജനസമൂഹത്തിനും അതിനപ്പുറം മരണാനന്തര ജീവിതത്തിൽ അത് നിർവഹിച്ച വ്യക്തിക്കും എല്ലാറ്റിലും ഉപരി ഈ രാജ്യത്തിന്റെ സമാധാനത്തിനും ഉതകുന്ന തരത്തിലായിരിക്കണം. അപ്പോൾ വിവാഹം എന്നതിലൂടെ കരുത്തുറ്റ കർമ്മധീരരായ അതിലേറെ സത്യവും ധർമ്മവും നീതിനിഷ്ഠയുമുള്ള ഒരു തലമുറയെയാണ് കൊണ്ടുവരേണ്ടത് എന്ന ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ചിന്താഗതികളൊന്നും ഇസ്ലാമിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോരായ്മയായിട്ടോ അതൊരു പ്രശ്നമായിട്ടോ ഉന്നയിക്കുന്നതിനു പകരം ഇസ്ലാം ഇത്രത്തോളം വിശാലമായിട്ട് ഒരു ജനസമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇത്രയും സൈക്കോളജിക്കലായിട്ടുള്ള ആശയങ്ങളും ആയത്തുകളുമാണല്ലോ നൽകിയിട്ടുള്ളത് എന്നതും ഇത് പഠിക്കാനുള്ള നമ്മുടെ ഏറ്റവും നല്ല ഉത്സാഹവുമാണ് ഇത്തരം ഒരു സന്ദർഭത്തിൽ വേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതേക്കുറിച്ച് കൂടുതൽ അറിയാനും ഉൾക്കൊള്ളാനും പടച്ച തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.